കാഴ്ചയുടെ കഥ ബ്ലസ്സി എനിക്ക് സൂത്രധാരൻ സെറ്റിൽ വെച്ച് രാത്രി ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഡെയിലി സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടല്ലോ എല്ലാ പടങ്ങൾക്കും ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ റൂമിലാണ് പോകാറുണ്ട്. നാളത്തെ സീൻ ഒന്ന് റീകളക്ട് ചെയ്യാനും അത് മെമ്മറിയിൽ കയറ്റാനും അതിൻ്റെ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാനും. കാരണം എനിക്ക് ആസ് എ ക്യാമറമാൻ മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നാലും ഞാൻ മലയാളത്തിൻ്റെ എല്ലാ ഡയലോഗും ബൈഹാർട്ട് ചെയ്യാൻ നോക്കും. കാരണം ആ സ്ക്രിപ്റ്റ് റീഡിങ്ങാണ് തലേ ദിവസം പോകുന്നത്. കാരണം ഡയലോഗ് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്യാമറ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിങ് പാറ്റേണോ അല്ലെങ്കിൽ ലെൻസിങ് ഇതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രീ വർക്കിന് വേണ്ടിയാണ്. അങ്ങനെ രാത്രി എല്ലാ അസോസിയേറ്റ് പോകുന്ന പോലെ ബ്ലസ്സിയുടെ റൂമിൽ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ സൂത്രധാരനിൽ ഒരു ദിവസം നേരത്തെ വായിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ബ്ലസ്സി പറഞ്ഞ് എൻ്റെ മനസ്സിലൊരു കഥ ഉണ്ട്, എന്താ ബ്ലസ്സി എന്താ ഡയറക്ഷൻ തുടങ്ങാത്തത് ഞാൻ ചോദിച്ചു. കാരണം ഇത്ര സീനിയർ ആളായി കഴിഞ്ഞിട്ട് ബ്ലസ്സിയുടെ ജൂനിയറൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി, ബ്ലസ്സി എന്താ ഡിലേ വന്നു എന്ന് ചോദിച്ചപ്പം ഇല്ല എൻ്റെ മനസ്സിലൊരു കഥ ഉണ്ട് എന്ന് പറഞ്ഞു. കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കഥ പറഞ്ഞു. ഒരു പയ്യൻ്റെ മിസ്സിങ് പയ്യൻ കേരളത്തിൽ നിന്ന് പെടുന്നത്, അത് ഇവിടെ ആലപ്പി പോലെ ഒരു കുട്ടനാട്ടിൽ സ്റ്റക്കാവുന്നതും അവന് അൺഎക്സ്പെക്റ്റഡ് വന്ന് പെടുന്നതാണ്. പക്ഷേ പിന്നെ ഉണ്ടാവുന്ന ഇപ്പോൾ ഉള്ള കാഴ്ചയിലുള്ള കഥ പോലെ. പക്ഷേ പയ്യനാറിന് ഈ ഗുജറാത്ത് പയ്യനല്ലായിരുന്നു. ശിവകാശിയിലെ ഈ പടക്കം പൊട്ടിച്ചിട്ട് കുറേ ഫാമിലിയിൽ നഷ്ടപ്പെട്ട് കുറച്ച് ഒരു ദുരന്തം ഉണ്ടായി ആ സമയത്തിൽ. ആ ശിവകാശിയിലിരുന്ന് വരുന്ന ഒരു തമിഴ് പയ്യനായിരുന്നു ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതായിരുന്നു ആദ്യം അന്ന് പറഞ്ഞ കഥ. ആ കഥ പിന്നെ ലോഹിയേട്ടനെ വെച്ച് എഴുതാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സൂത്രധാരൻ ഫ്ലോപ്പായി പോയത് വളരെ അപ്സെറ്റായിരുന്നു ലോഹിയേട്ടനിക്ക്. അതിൽ ഒരു ബാഡ് സംഭവങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ബാഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ബ്ലസ്സിക്ക് ലോഹിയേട്ടനെ അപ്രോച്ച് ചെയ്യാനും കുറച്ച് സമയമെടുത്ത്. കാരണം പുള്ളി മെൻ്റലി സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ ലോഹിയേട്ടൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചു. ഷൊർണൂർ ഗസ്റ്റ് ഹൗസാണ് പുള്ളി അപ്പം താമസിക്കുന്നത്. അവിടെ ബ്ലസ്സി പോവുകയും ചെയ്തു. അപ്പോൾ ലോഹിയേട്ടൻ വേറെ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചിട്ടിരുന്ന കാരണം എന്താണെങ്കിൽ ഈ കഥ കുറച്ച് ഫ്ലോപ്പായി പോയിന്ന് ഒരു അപ്സെറ്റായിരുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നീണ്ടുപോകുമെന്ന് തോന്നി. അപ്പം ഞാൻ വെറുതെ ബ്ലസ്സിട്ട് ചോദിച്ചു, ബ്ലസ്സി അത് സ്വന്തമായിട്ട് കുറച്ച് സ്ക്രിബിൾ ചെയ്ത് വെച്ചോടെ, പിന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, സ്ക്രിബിൾ ചെയ്തിട്ട് പുള്ളിയെടുത്ത് കഥ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. അല്ലാതെ ഫുള്ളാக കേട്ടാലേ ലോഹിയേട്ടൻ എഴുതി തരാൻ പറ്റുന്നു. ബ്ലസ്സി അതുവരെ എഴുതി വെച്ചേക്കെന്ന് ഒരു കാഷ്വലായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബ്ലസ്സി ഓക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പടത്തെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത്, ഞാൻ വേറെ പടങ്ങളിൽ പോകുന്നു, തമിഴ് പടം പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു ദിവസം ഞാൻ കസാക്കിസ്ഥാനിലൊരു പടം ഷൂട്ട് ചെയ്യാൻ പോയി. രാത്രി ഒരു 2 മണിയാകുമ്പോൾ എനിക്കൊരു ലാൻഡ് ഫോൺ അടിക്കുന്നു. അവിടെ ലാൻഡ് ഫോൺ അടിച്ചപ്പോൾ 2 o'clock അടിക്കുന്ന എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും വോഡ്ക അടിച്ച് കിടക്കുവാണ്. ഭയങ്കര തണുപ്പ്, -10 ഉള്ള പീരിയഡാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ അറിയാമല്ലോ, പോയി കഴിഞ്ഞാൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന്. നോർമലാവേ ഡ്രിങ്ക് ചെയ്യുന്ന ഹാബിറ്റുണ്ട്. ഇത് വോഡ്ക കൂടിപ്പോയി എന്ന് തോന്നുന്നു. ആരും ഫോൺ എടുക്കില്ല. പിന്നെ ഞാൻ എണീറ്റ് പോയി എൻ്റെ റൂമിൽ റസാഖ് എന്ന് ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ റസാഖ് പറഞ്ഞ അണ്ണ ആരോ രാത്രി വിളിക്കുന്നതിന്, അതും ലാൻഡ് ഫോൺ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഓണറായിരിക്കും എന്നൊരു ഡൗട്ടായി. ആ വീടിൻ്റെ ഓണർക്ക് മാത്രമേ ആ നമ്പർ അറിയാൻ പറഞ്ഞ് ഞാനിപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഹലോ ഹൂ ഈസ് സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞ് അണ്ണ അഴകപ്പണ്ണാന്ന്. ഞാൻ ഷോക്കായിപ്പോയി. 2 മണിക്ക് എന്നെ ഇങ്ങനെ ചോദിക്കും, മലയാളി ചോദിക്കുമെന്ന് പറഞ്ഞ്. ഇത് നിങ്ങളാരാന്ന് ചോദിച്ചു. ഞാൻ സേബിയറാന്ന് പറഞ്ഞു. എവിടെ നിന്ന് വിളിക്കുന്നത്? കസാക്കിസ്ഥാൻ വന്നിട്ടുണ്ടോയെന്ന്. ഇല്ല ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ 2 മണിയാണ് രാത്രി. എന്താ വിളിക്കുന്നത്? അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് പേടിയായി. വീട്ടിൽ നിന്ന് എന്തോ പ്രശ്നമായി, എന്നെ ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. എൻ്റെ കൂടെ നൗഷാദും ഉണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞ് നൗഷാദിന് കൊടുത്തത്. അഴപ്പണ്ണ എപ്പോൾ തിരിച്ചു വന്നു ചോദിച്ചു. ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ് ഈ പടം കഴിഞ്ഞിട്ടേ വരും. അത് എന്നാണ് തന്നെ ഈ ദിവസം ഡേറ്റ് ഞാൻ നാളെ പറഞ്ഞാൽ മതിയല്ലോ, അല്ല ഇപ്പോൾ പറയാൻ. അങ്ങനെ ഓർത്ത് ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞ് ഈ ദിവസം ഫിനിഷ് ചെയ്യുന്നു, ഇന്നത്തെ ഫ്ലൈറ്റ് എന്നാ പറഞ്ഞ്. ശരി, വന്നിട്ട് ഉടനെ കാണണം, അത്യാവശ്യം. എന്താ മാറ്റർ പറയുന്നത്? ഒരു സിനിമ ഉണ്ട് അത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ ബ്രീത്ത് എടുത്തു. അത് മുമ്പ് എനിക്ക് ഫുള്ള് ടെൻഷനായി. വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്. ഇവിടെ വന്നിട്ട് ഒരു കഥ കേൾക്കണം പറഞ്ഞ് അത് അവിടെ തീർന്ന്. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന
ദിവസം തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മൊബൈലിൽ കാൾ വരുന്നത്, സേവ്യർ വിളിക്കുന്നു, എവിടെ എത്തിയോന്ന്. ഞാൻ പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ പോകാൻ. അങ്ങനെ വീട്ടിൽ പോയി തിരിച്ച് ഉടനെ വണ്ടി അയച്ചു. ഞാൻ ഒരു 3 മണിക്ക് ഉച്ചയ്ക്ക് ട്രിവാൻഡ്രത്തിലെ സേവിയറുടെ ഓഫീസിൽ പോയി. സേവിയർ എന്ന് പറയുന്നത് ചില ഫിലിം ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറും ചെയ്തിട്ടുണ്ട്. ആ സേവിയറാണ്. അതിൻ്റെ കൂടെ നൗഷാദ് എന്ന് പറയുന്നത് നമ്മൾ കാറ്ററിംഗൊക്കെ ഫേമസ് ആയിട്ട് കേരളത്തിൽ ഏറ്റവും പോപ്പുലറായിരുന്ന കാറ്ററിംഗ് നടത്തിയ നൗഷാദാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഗസ്റ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ബ്ലസ്സി ഉണ്ടായിരുന്നു. ഞാൻ എന്താ ഇത്ര പാനിക്കായത് എനിക്കൊന്നും മനസ്സിലായില്ല. ஆனால் ഒരു കഥ കേൾക്ക്, അത് നമുക്ക് ഓക്കെ ആണ് നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ബ്ലസ്സിയുടെ 2 പേരും ആ റൂമിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഇനി മൊത്തം ആ കൺഫ്യൂഷനാണ്, എന്താ കഥ, എന്താ ഇത്ര അർജൻറ്റ്, ഒന്നും മനസ്സിലായില്ല. ഞാൻ അകത്ത് പോയിരുന്നു. അപ്പോൾ ബ്ലസ്സിൻ്റെ എന്ത് കഥ തന്നെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് സ്റ്റോറി മൊത്തം സ്ക്രിപ്റ്റ് വായിച്ചു. ഞാൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ശിവകാശി ഇൻസിഡൻറ്റ് പറഞ്ഞിരുന്നില്ല, അത് മാറ്റി ഗുജറാത്ത് ഇൻസിഡൻറ്റായിട്ട് മാറ്റി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്ന് കൈ കൊടുത്തു. ഞാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഭയങ്കര ടച്ച് ആയിട്ടുണ്ട്, ഇതിനെന്താ ഇപ്പം എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു. ഇല്ല ഇവർ പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടാനോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്, അഴപ്പനെ കോൺഫിഡൻസ് ആയിട്ട് കാരണം. അങ്ങനെ തിരിച്ച് അവർ 2 പേർ റൂമിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പറയാം ഇറ്റ്സ് ഓക്കേന്ന്. ഇല്ല അങ്ങനെയല്ല, അഴപ്പൻ സംസാരിക്കണം പറഞ്ഞിട്ട് 2 പേര് കഥ അടച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഓപ്പണായിട്ട് പറയാം ഈ കഥ വർക്കൗട്ടാവും. നമ്മൾ തീർച്ചയായും 100% വർക്കൗട്ടാവും. കാരണം ഭയങ്കര എമോഷണലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര. അത് ആരാ ചെയ്യാൻ പോകുന്നുണ്ട് അത് തീരുമാനിക്കണം. മമ്മൂക്കാടെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക ഓക്കെയും പറഞ്ഞിട്ട് ഓക്കെ അല്ലെന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ബ്ലസ്സിട്ട് ചോദിച്ചപ്പോൾ മമ്മൂക്ക സിഗ്നൽ തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം ശരിയാവുകയാണെങ്കിൽ നമുക്ക് പോകാമല്ലോ എന്ന്. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട് വന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയായിട്ട് ബ്ലസ്സിട്ട് പറഞ്ഞു, ഒരു വാക്ക് പോലും മാറ്റണ്ട, എവറിത്തിങ് ഇൻ സ്ക്രിപ്റ്റ്. പിന്നെ മമ്മൂക്ക കണ്ടപ്പോൾ മമ്മൂക്കാവും അതന്നെ പറഞ്ഞിരിക്കുന്നത്. ബ്ലസ്സിയെ അപ്പമാണ് അറിഞ്ഞത് ഈ സ്ക്രിപ്റ്റ് മമ്മൂക്ക ബ്ലസ്സിട്ട് നിങ്ങളിപ്പോൾ കഥ പറഞ്ഞത് ഈ ശിവകാശി ഇൻസിഡൻറ്റ് മാറ്റിയ ശേഷമാണ് മമ്മൂക്കാട്ട് പോയി ഗുജറാത്ത് ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ബ്ലസ്സി അവതരിപ്പിച്ച്. അത് മമ്മൂക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് വേറെ ആരും ചെയ്യേണ്ട, നിങ്ങൾ തന്നെ ചെയ്യാൻ പറഞ്ഞ് ഇത്ര കോൺഫിഡൻസ് കൊടുത്തത്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇവിടുത്തെ ബഡ്ജറ്റ് എപ്പോഴും നല്ല പടങ്ങൾക്ക് ചില പടങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടാവില്ല. നേരത്തെ ചെയ്ത പടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അഗ്നിസാക്ഷിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം ബഡ്ജറ്റ് ഞാൻ ഓവർകം ചെയ്യാൻ ഒരു തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ കണ്ടു. പിന്നെ ആലപ്പുഴ പറഞ്ഞപ്പോൾ ഐ എം സോ ഹാപ്പി ബിക്കോസ് എനിക്ക് ആലപ്പുഴ തമിഴ് പടത്തിൽ മറ്റേ ഓട്ടോഗ്രാഫിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തതുപോലെ മലയാള പടങ്ങളിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കരുമാടിക്കുട്ടൻ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ കരുമാടിക്കുട്ടൻ പോലും നമ്മൾ വേറൊരു മൂഡിൽ ചെയ്ത ഒരു പടമാണ്. സോ ഒരു ഹ്യൂമറും ഒരു ട്രാജഡിയും അങ്ങനെയൊക്കെ. പക്ഷെ ഒരു പൊയറ്റിക്കായിട്ട് ഒരു അപ്രോച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അത്. അപ്പം ഈ കഥ ഒരു പൊയറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലസ്സിട്ട് ചില അനുവാദങ്ങളൊക്കെ ചോദിച്ചു, പെർമിഷനൊക്കെ ചോദിച്ചു. ഇങ്ങനെയാണ് ഞാൻ ലെൻസിങ് ഉപയോഗിക്കാൻ തോന്നുന്നു. 2 അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DA ഡിജിറ്റൽ കളർ ഗ്രേഡിങ് ഇല്ലാത്ത കാലമാണ്. സോ ലൊക്കേഷനിൽ തന്നെ കളർ എല്ലാം കണ്ടെത്തണം. അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ മേക്കപ്പ്, അതിൻ്റെ ഗ്രീനറി, അത് എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര അമൗണ്ട് ഓഫ് കളറിങ് വേണം, എല്ലാം നേരത്തെ തന്നെ തീരുമാനിക്കണം. അതൊക്കെ ഹോംവർക്ക് ചെയ്ത പോലെ നമ്മൾ അവിടെ താമസിച്ചിരുന്ന് തന്നെ നല്ല പ്രീ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ബ്ലസ്സിട്ട് ചോദിച്ചു, ബ്ലസ്സി ഗുജറാത്ത് പോകുമ്പോൾ മൊത്തം കളർ പാറ്റേൺ മാറ്റിയാൽ കൊള്ളാം, കാരണം ഈ കളേഴ്സിൽ വരുന്ന ഒരു കളറും അവിടെ വരരുത്. അപ്പോൾ ഇതെന്ത് ചെയ്യും ചോദിച്ചാൽ ഫിലിം മൊത്തം മാറ്റാണ്. അപ്പോൾ ഫസ്റ്റ് അവിടെ പോകുന്ന വരെ ഈസ്റ്റ്മൻ കളറും പോയി കഴിഞ്ഞിട്ട് അവിടെ ഗുജറാത്ത് പോർഷനെല്ലാം ഫ്യൂജിയും ഞാൻ ഉപയോഗിച്ച്. അന്നത്തെ കാലത്തിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. 2 ബേസ് എന്നാണ് പറയുന്നത്. 2 സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതിൽ ചെയ്താലും ഏത് ക്യാമറയിൽ ചെയ്താലും ആ കളർ ഗ്രേഡിങ് ഡിജിറ്റലിൽ കൊണ്ടുവന്നിട്ട് മാക്സിമം നിയറസ്റ്റ് പോയിൻറ്റ്, ഇപ്പോൾ റെഡ് ക്യാമറ ചെയ്താലും ശരി, അലക്സയിൽ ചെയ്താലും ശരി, സോണിയിൽ ചെയ്താലും പറയും നിയറസ്റ്റ് പോയിൻറ്റ്, വളരെ നിയറസ്റ്റ് പോയിൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും. കളർ റീവർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അന്ന് ഗ്രേഡിങ്ങിൽ അങ്ങനെയല്ല. മാനുവലായിട്ട് സിനിമാറ്റോഗ്രാഫർ അപ്പം തന്നെ ഡിസൈഡ് ചെയ്യണം. പിന്നെ വന്നിട്ട് നമുക്ക് കളർ ചെയ്യാൻ പറഞ്ഞാൽ വെരി കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ആ പടം വർക്ക് ചെയ്തു.
പക്ഷേ ആ പടത്തിൽ ഇതേപോലെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ലൈറ്റിംഗ് ഇപ്പം അക്കറയൊക്കെ കാണിക്കണം, ട്വൈലൈറ്റിൽ ചെയ്യണം, പിന്നെ നൈറ്റ് സീക്വൻസ് ഒരുപാടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറഞ്ഞ് ഒരു ടെൻഷൻ ഉണ്ടായി. ഇരുന്ന് കുറച്ച് ഹോംവർക്ക് ചെയ്തു. നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനും ചെറിയ ചെറിയ ജനറേറ്റർ വെച്ചിട്ട് അക്കരയിലെ കൊണ്ടുപോയിട്ട് ചെറിയ ലൈറ്റ്സ് ലൈക്ക് ബേബി ലൈറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ, കാരണം അതിന് മേളിൽ ലൈറ്റ് വയ്ക്കാൻ ഇപ്പോൾ HMI, അന്ന് HMI ആണ്, ഇന്ന് പാർ ലൈറ്റ് വേറെ ലൈറ്റ്സൊക്കെ പറയുന്ന പോലെ മോഡേൺ ലൈറ്റ്സ് ഒന്നുമില്ല. HMI ആണ്. അത് HMI ആണ് വെരി എക്സ്പെൻസീവ് ആൾസോ. ആ ടൈമിൽ ഞാൻ ഈ ജൂനിയർ ബേബി ഇങ്ങനെ വെച്ച് ഇംപ്രവൈസ് ചെയ്തിട്ട് ചെയ്തു. മാത്രമല്ല അതിന് വേറൊരു റിസ്ക് എടുത്ത് ഒരു ടെക്നോളജി ഉണ്ട്, അത് ബാലുമഹേന്ദ്ര കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ മാസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ച ഒരു ടെക്നോളജിയാണ് സിനിമാറ്റോഗ്രാഫിയിൽ. പഴയ സീനിയർ സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ മേ ബി അറിയാമായിരിക്കും, ചെയ്തവരും ഉണ്ടാവാം. പുഷ് പ്രോസസ്സെന്ന്, അതായത് പുഷ് പ്രോസസ്സിന് ഡിജിറ്റൽ ലോ ലൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് പോലെ റിസൾട്ട് കിട്ടില്ല. കാരണം അതിൻ്റെ ബേസിൻ്റെ മിനിമം കഴിഞ്ഞാൽ അപ്പർച്ചർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫിലിം സ്പീഡ് ഇപ്പോൾ 500 ASA മാക്സിമം. 1000 ഫിലിംസൊക്കെ ഉണ്ടായിട്ട് ബട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രൈൻഡ് ചെയ്യാറില്ല. ആ ഒരു പീരീഡിൽ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചത് നമ്മൾ പുഷ് പ്രോസസ്സ് 1.5 സ്റ്റോപ്പ്, അത് ലാബിലാണ് ചെയ്യുന്നത്. പുഷ് പ്രോസസ്സ് അതെല്ലാം മറന്നിരുന്ന ഒരു ടെക്നോളജിയാണ്. എല്ലാവരും ഞാൻ തിയറി എന്നെ പഠിപ്പിച്ച സാറ് ഇത് കറക്റ്റ് എന്നെ എവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം ആ റിസ്ക് എടുത്ത്. പക്ഷേ ലാബിൽ പോയപ്പം അവർ കൺഫ്യൂഷൻ പറഞ്ഞു, ചിത്രാഞ്ജലിയിൽ ഇത് പുഷ് പ്രോസസ്സ് ചെയ്താൽ ലാബ് പ്രോബ്ലത്തിലാവും, അഴകപ്പൻ ഇവിടെ ചെയ്യാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു അതെന്താ, ഞാൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഏറ്റവും പോയി ഷൂട്ടും ചെയ്ത് പോയി, ഇനി പ്രോസസ്സിങ് ചെയ്തില്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടും, എല്ലാം അണ്ടർ എക്സ്പോസ് ആയിരിക്കും. പിന്നെ നൈറ്റ് സീൻ ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ബാഡ് നെയിം ആകുമ്പോൾ പറഞ്ഞ് ഞാൻ പ്രസാദിൽ വിളിച്ച് ചോദിച്ചു, ചീഫ് ശിവരാമൻ സാറെ വിളിച്ച് ചോദിച്ചു, സാർ ഒരു പുഷ് പ്രോസസ് ചെയ്യണം, യു ബ്രിങ് ഇറ്റ്, നൗ നോബഡി ഈസ് ഡൂയിങ് ഇറ്റ്, ഐ അപ്രിസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഫിലിം റോളൊക്കെ എടുത്തിട്ട് ചെന്നൈ പോയി. അത് നൈറ്റേ ചെയ്യാൻ പറ്റും, കാരണം ഡേ ടൈമിൽ പല ഫിലിംസ് ഓടുന്നതുകൊണ്ട് ഈ സ്പ്രോക്കറ്റിൻ്റെ സ്പീഡ്, മോട്ടറിൻ്റെ സ്പീഡ്, അതിൻ്റെ ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. കാൽക്കുലേഷൻസ്, ടൈമർ എല്ലാം റീസെറ്റ് ചെയ്യണം. അപ്പം 10 മണിക്ക് മേളിൽ ഞാനും കളറിസ്റ്റും ഒരു ടെക്നീഷ്യനും ഇരുന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഒരു ഡമ്മി പീസ് ഡെവലപ്പ് ചെയ്ത് നോക്കി. ഇറ്റ്സ് കമ്മിങ് ഔട്ട് ഓക്കെ ആണ്. ഗാട്ട് എ ഗുഡ് റിസൾട്ട്, ഹാപ്പിയായി, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അന്ന് നൈറ്റ് രാവിലെ 3 മണി വരെ, രാവിലെ 3 എനിക്ക് തോന്നുന്നു 2 മണി വരെ ഉണ്ടാവും, 4 മണി വരെ ഉണ്ടാവും. ഏർലി മോർണിംഗ് ആയിപ്പോയി ഇരുന്ന് കംപ്ലീറ്റ് പ്രോസസ്സിങ്. ഇത് ലാബ് കംപ്ലീറ്റ് സ്പ്രോക്കറ്റ് അവർ മെഷീൻ ഡിസൈൻ ചെയ്തത് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. അതെല്ലാத்தைയും സിസ്റ്റത്തെ മാറ്റി പുതിയ സിസ്റ്റത്തിലാക്കി. സ്പ്രോക്കറ്റൊക്കെ വളരെ സ്ലോ ആയിട്ട് ഓടും. ഇതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനെ മാറ്റുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇനി രാത്രി എവിടെയെങ്കിലും വെച്ചിട്ട് ബ്രേക്കായി പോയാൽ എല്ലാം മുങ്ങിപ്പോവും ഡെവലപ്പറിൽ, പിന്നെ ഒരു ഫിലിമും കിട്ടത്തില്ല. സോ ലീവ് ടു ഗാഡ്, ഞാൻ അത്രമാത്രമേ വിചാരിച്ച്. അപ്പം എൻ്റെ കൂടെ ഇരുന്ന മോഹൻദാസ് കളർ കറക്ഷൻ ചെയ്ത ആളും, അഴകപ്പ സാർ പ്രാർത്ഥിച്ചോളൂ, നമുക്ക് ദൈവം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര എമോഷണലായിട്ടാണ് ചെയ്യുന്നത്. സോ ഐ എൻജോയ്ഡ് വിത്ത് ഹിം. രാവിലെ ഒരു 4 മണിയായപ്പം എല്ലാ ഫിലിമും നെഗറ്റീവ് വന്നു, വളരെ പെർഫെക്റ്റായിട്ട് കിട്ടി എക്സ്പോഷർ. തൊഴുത് അതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആഫ്റ്റർ ലോങ് ടൈം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇപ്പം ഞാൻ പറഞ്ഞത് മൊത്തം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ മമ്മൂക്ക കുറച്ച് ഈ പടത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ്. ഒരു ബോട്ടിൽ പോയിട്ട് പെട്ടെന്ന് ബസ്സാണെങ്കിൽ പെട്ടെന്ന് റിവേഴ്സ് എടുക്കുക, അതെടുക്കാൻ പറയുന്ന പോലെ ബോട്ടിൽ അകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. അപ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെയിൻഫുള്ളായിരുന്നു. മമ്മൂക്കക്ക് ചില സമയങ്ങളിലൊക്കെ പല കാരണം കൊണ്ട് പേഷ്യൻസ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മമ്മൂക്ക എന്നായിട്ട് ഭയങ്കര ടെക്നിക്കലി നോളജുള്ള, ഹൈലി ടെക്നിക്കൽ നോളജുള്ള ഒരു ആക്ടറാണ്. ഇന്ത്യൻ ആക്ടറിലെ ഇത്ര അപ്ഡേറ്റ് ചെയ്ത ഒരു ആക്ടർ വേറെ അല്ല.
അപ്പം ഇപ്പം യങ്സ്റ്റേഴ്സ് പോലും ഉണ്ടോയെന്ന് അറിയില്ല. പൃഥ്വിരാജ് എല്ലാം അറിയാം. പൃഥ്വിരാജ് അല്ലാതെ ബാക്കിയുള്ള ആക്ടേഴ്സ് പറ്റി എനിക്കറിയില്ല. ആരും അതേപ്പറ്റി സംസാരിക്കാറില്ല ടെക്നിക്കൽ കാര്യങ്ങൾ. പക്ഷെ മമ്മൂക്ക ഓരോരോ ലെൻസെ പറ്റിയും ഓരോരോ അപ്പർച്ചറെ പറ്റിയും ഓരോരോ ഉണ്ടായ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് പോസിറ്റീവ് തിങ്സ് എല്ലാം കേട്ടറിയും, അറിയുന്നത് പറഞ്ഞു തരും. പക്ഷെ ആ സമയത്ത് കാഴ്ചയിൽ ഇങ്ങനൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറയും. ഇപ്പം ഞങ്ങൾ ഒരുപാട് കെട്ട് കമ്പിയ അത് ഇതൊക്കെ ഇന്നത്തെ പോലെ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം മാൻ പവറാണ്. ഈ മാൻ പവർ കൈവിട്ട് പോകുന്ന കാഴ്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ബോട്ട് നിൽക്കത്തില്ല, അപ്പം ആർട്ടിസ്റ്റൻസൊക്കെ ഓടിപ്പോയി പിടിക്കും. അത് അങ്ങനെയൊക്കെ ഉണ്ടായപ്പം മമ്മൂക്കയുടെ ഒരു ടെൻഷൻ വരുമ്പോൾ ഞാനത് കൂടെ പോയിട്ട് നിൽക്കുമ്പോൾ തന്നെ പുള്ളി ചില ടെക്നിക്കൽ കാര്യങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഞാനത് കൂടെ നിന്ന് ഷെയർ ചെയ്യും. അത്രയ്ക്ക് ഭയങ്കര അടുപ്പമുണ്ടാക്കി ചെയ്ത ഒരു പടമാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഏറ്റെടുത്തിട്ട് വെരി നാച്ചുറലായിട്ട് അഭിനയിച്ച ഒരു പടമാണ്. ഇത് കഴിഞ്ഞൊരു ഗുജറാത്ത് ഞങ്ങൾ പോയപ്പം ആദ്യമേ ഞാൻ പറഞ്ഞത് ഫിലിം എല്ലാം ഫ്യൂജിയ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ വളരെ ലിമിറ്റഡ് ലൈറ്റ്, ഈ കാഴ്ച തന്നെ ലിമിറ്റഡ് ലൈറ്റ്, അവിടെ ഇനിയും ലിമിറ്റഡ് ലൈറ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാരണം നാച്ചുറൽ റസ്റ്റിക് ഇമേജാണ്. ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടനാട്. അത് ഒരിക്കലും വളരെ റസ്റ്റിക്കായിട്ട് എത്തി കാണിച്ചാലും കാണാൻ പറ്റില്ല. സോ മാത്രമല്ല ആ സീൻസ് മൊത്തം ഇവിടെ ഉണ്ടായ സീൻസൊക്കെ ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയറും ഭയങ്കര ലവബിൾ സീൻസുകളായിരുന്നു. അതിൻ്റെ പോയറ്റിക് ഞാൻ പറഞ്ഞ പോലെ പോയറ്റിക് ഇമേജസാണ് വേണ്ടതായിരുന്നു. ഇത് ഡിപ്പാർച്ചർ വരുമ്പോഴാണ് മമ്മൂക്കയുടെ ഫേസ് മാറുന്നതും പത്മപ്രിയയുടെ ഫേസുകൾ ഡിറ്റാച്ച്ഡ് ആവുന്നതും ഈ പയ്യനെ വിടാൻ പോകുന്നതിനുള്ള ഇതൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്വലിൽ എത്ര പറ്റുമോ അത്ര ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക അവിടെ പോയ ശേഷമുള്ളത് കംപ്ലീറ്റ് റസ്റ്റിക്കായിട്ട് ഷൂട്ട് ചെയ്ത്. അപ്പം ഞാൻ ബ്ലസ്സിട്ട് പറഞ്ഞ് നമ്മുടെ ഒരു ആംഗിൾ മാറ്റുന്നതും ഇമ്പോർട്ടൻറ്റ്, വി ഹാവ് ടു ചൂസ് ദ ലെൻസിങ് ഓൾസോ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കാഴ്ചയിൽ നമ്മൾ നോർമലായി ഉപയോഗിച്ച ലെൻസുകളൊക്കെ മാറ്റി വെച്ചിട്ട് സിംഗിൾ ലെൻസിലൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ വർക്കൗട്ട് ആവുന്ന ഒന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. പ്ലസ് ഉടനെ ഡയറക്ടർ സമ്മതിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില ഡയറക്ടേഴ്സ് വാശി പിടിച്ചാൽ നമുക്ക് വേണ്ടാൻ വയ്ക്കണം. പക്ഷേ എനിക്കങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പ്ലസ്യും അതേപോലെ തന്നെ വെരി കോപ്പറേറ്റീവ് ആയിട്ട് പറഞ്ഞു ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫ്രെയിം വെച്ച് കാണിച്ചപ്പം പുള്ളി ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഈ ലെൻസിൽ നമ്മൾ കണ്ടിന്യൂ ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 90% ഓഫ് ദ ഷോട്ട്സ് ആ ഒരു ലെൻസ് സിംഗിൾ ലെൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരു വൈഡും ഒരു ഡിസ്ട്രാക്റ്റഡും ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ കളറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാമർ റസ്റ്റിക് വേണമായിരുന്നുകൊണ്ട് അതിന് പറ്റിയ കോസ്റ്റ്യൂംസും അതിന് വെച്ച ആംഗിൾസ് സണ്ണ് വരുന്ന ആംഗിളൊക്കെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ബട്ട് കാഴ്ച എൻ്റെ പോർഷൻ വന്നപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ ഒന്ന് ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ റസ്റ്റിക് ഇമേജസ് ഒരു ഡിറ്റാച്ച്മെൻറ്റാണ്. നേരത്തെ കാണിച്ച എല്ലാ അറ്റാച്ച്മെൻറ്റും ഇവിടെ ഡിറ്റാച്ച്മെൻറ്റാണ്. സോ അത് ത്രൂ ക്യാമറ എത്ര ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്തു. ചില സമയങ്ങളിൽ ചില പടങ്ങളിൽ ട്രൈ ചെയ്ത് ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷേ കാഴ്ചയിൽ അങ്ങനെ കൈവിട്ടില്ല. ക്യാമറവും ഫിലിമും ലാബും അസിസ്റ്റൻസും എല്ലാം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എവറിത്തിങ് വെൻറ്റ് വെൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ലാസ്റ്റിൽ മമ്മൂക്ക ആക്ച്വലി കുറച്ച് അടുത്ത പടത്തിന് കമ്മിറ്റ്മെൻറ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഡേറ്റ്സിൻ്റെ ബ്ലാക്കിന് ഒരു പടം കമ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മമ്മൂക്ക ഷോട്ടെല്ലാം കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എമോഷണലായിട്ട് ക്യാമറയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കാം, ഒരു ദിവസം കൂടെ നിൽക്കാം, എന്തെങ്കിലും ഷോട്ട് വിട്ടിട്ടുണ്ടോ നോക്കുന്നത്. സോ അത്ര ഇൻവോൾവ്മെൻറ്റായി മമ്മൂക്കയുടെ വേറൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ ഓരോരോ സ്ഥലങ്ങളായി പോയി മോനക്ക് വേണ്ടി അവിടെ കളക്ടർ ഓഫീസ് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലാവരെയും കണ്ട് കോടതി പോകുന്നു, അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോകുന്നു. എല്ലാത്തിലും ഭയങ്കര ഡിപ്രഷനായിട്ട് വന്നിട്ട് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കയ്യിലിരുന്ന് ഒരു ചെരുപ്പ് എടുത്ത് ഇങ്ങനെ ചെരുപ്പ് തേഞ്ഞ സിംബോളിക് ഷോട്ടാണ് അത് ഇന്ന് കാലത്തിൽ ഉപയോഗിക്കുന്നില്ല. മുമ്പ് എല്ലാ ഡയറക്ടേഴ്സും സിംബോളിക് ഷോട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് അപ്പം ബ്ലസ്സിക്ക് തോന്നിയതാണ്. ആ ചെരുപ്പ് തേഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി അത് ഷോട്ടിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഷോട്ടാണ് പുള്ളി ചെയ്ത്. ചെരുപ്പ് എടുത്ത് ഇങ്ങനെ നോക്കി. അപ്പം കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ക്യാമറ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചെരുപ്പ് പുള്ളി കളഞ്ഞാലോ, ഈ ഷോട്ടിലിരുന്ന് ഇങ്ങനെ ത്രോ ചെയ്താലോ, വേസ്റ്റിന് ഉള്ള മീനിങ്ങിൽ എല്ലാം പോയി എന്നുള്ള അർത്ഥത്തിൽ കളഞ്ഞാലോ ഞാൻ വാസ് തിങ്കിങ്. ഷോട്ടിലില്ല, ചില സ്ക്രിപ്റ്റിലില്ല.
അൺഎക്സ്പെക്റ്റഡ് മമ്മൂക്ക എടുത്ത് ഇങ്ങനെ ഒരു ത്രോ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. എനിക്ക് കണ്ണിൽ നീര് വന്നു പോയി. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈ സെൽഫ്, എമോഷണൽ കരഞ്ഞുപോയി. ഞാൻ മനസ്സിനക്കര ഷൂട്ടിങ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പിന് അടുത്ത പടത്തിന് തയ്യാറായി, മെൻ്റലി റെഡിയായില്ല. കാരണം മനസ്സിനക്കര കുറച്ച് നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത ഒരു പടമായിട്ട് അതിൻ്റെ സക്സസ് ഹാങ് ഓവറിൽ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുമ്പോൾ, പക്ഷേ ഒരു പടം സക്സസ് ആകുമ്പോഴാണ് ഞാൻ താഴോട്ട് പോകും. ആക്ച്വലി ഹാപ്പിയാണ് ആവേണ്ടത്, എനിക്ക് പേടിയാണ് അടുത്ത പടത്തിൽ എന്ത് ചെയ്യുമെന്നാണ്. കാരണം ഇത് സക്സസ്സായി, ഇത് നമ്മൾ വിഷ്വൽ എല്ലാവരും സത്യേട്ടൻ്റെ പടങ്ങളിൽ തന്നെ വ്യത്യാസപ്പെടുത്തി. ഇതിൽ എൻ്റെ മനസ്സിനൊക്കെ എന്താ പറ്റിയത്, ഫസ്റ്റ് കോപ്പി കാണുന്നു. ഫസ്റ്റ് കോപ്പി കണ്ടത്, ഫസ്റ്റ് കോപ്പി ഞാൻ തന്നെ കണ്ട് കറക്ഷൻ ഇപ്പം ഡിജിറ്റൽ പോലെ അല്ലാത്ത കൊണ്ട് സിസ്റ്റം മൊത്തം വ്യത്യാസമായതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് കോപ്പി കണ്ടത് ക്യാമറാമാൻ മാത്രമേ ഫസ്റ്റ് കോപ്പി കാണാം. കണ്ടിട്ട് അതിൽ ടേബിൾ കറക്ഷൻ എന്ന് ഒരു സംഭവമുണ്ട്. അതായത് ഇൻഡിവിജ്വലാக ഓരോരോ ഷോട്ടുകളും കയ്യിലെ ഫ്രെയിം എടുത്തിട്ട് അതിലെ കളേഴ്സ് എന്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് കണ്ണിലെ കൂടി ജഡ്ജ് ചെയ്യണം. ഇലക്ട്രോണിക് ഇമേജ് ഇല്ല, ബിഗ് മോണിറ്റേഴ്സ് ഇല്ല. ആ ഫിലിം ചെറിയ ഫിലിമിൽ തന്നെ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ സ്പ്ലൈസറിൽ വയ്ക്കുമ്പോഴാണ് ഒരു ചെറിയ മോണിറ്ററിൽ ഒരു ഇമേജ് വരും. ആ ഇമേജ് ഓപ്റ്റിക്കൽ ഇമേജാണ്. ആ ഓപ്റ്റിക്കൽ ഇമേജ് എടുത്തിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യും. ഒരു ഗ്രീൻ കുറയ്ക്കുക, ഒരു 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 യെല്ലോ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബ്ലൂ റിമൂവ് ചെയ്യാൻ പറയുന്ന ഡിസിഷൻ അവിടെ വെച്ചാണ് എടുക്കുന്നത്. കൂടെ ഇരിക്കുന്ന കളർ ആളുകളുടെ പറയും. കാരണം ഓരോ സിനിമാറ്റോഗ്രാഫർ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ക്രിസ്ത്യൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് വൈറ്റിൽ തന്നെ ചെയ്യണമെന്ന് ഒരു കോൺസെപ്റ്റ്, അതിലൊരു പീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാനായിട്ട് സ്വന്തമായിട്ട് ആഗ്രഹിച്ചതാണ്. ഗ്രീനും കാണിക്കുക, വൈറ്റും കാണിക്കാൻ, വേറെ അധികം കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം മനസ്സിനക്കര ഇത് സംഭവം ചെയ്യുമ്പോൾ തന്നെ അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റേ കിനോഫ്ലോ എന്ന് പറയുന്ന ഒരു ലൈറ്റ്സ് അപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കടയിൽ പോയി ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ട്യൂബ് ലൈറ്റ്സ് ചെക്ക് ചെയ്തിട്ട്, രാത്രി ഫുള്ളായി ഇരുന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഫ്ലിക്കർ ഇല്ലാത്ത ട്യൂബ് ലൈറ്റൊക്കെ എടുത്തു. അതിൻ്റെ ചോക്കൊക്കെ സെലക്ട് ചെയ്ത് രാത്രി ഫുള്ളാக കൊണ്ടുവന്ന് ആ വീട്ടിലെ റൂഫിൽ ഫിറ്റ് ചെയ്ത് വെച്ച് ട്യൂബ് ലൈറ്റ്. കാരണം എനിക്ക് ഈ അൺനെസസറി ആയിട്ട് പൈസ ചിലവാക്കാണ്ടെന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ട്യൂബ് ലൈറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിൻ്റെ ഫിക്കർ ആ ലൊക്കേഷനിലൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഗ്രേഡിങ്ങിൽ പോയിട്ട് ഈ ഫ്ലിക്കർ കാരണം എന്തെങ്കിലും കളർ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ജഡ്ജ്മെൻറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം എടുത്തു. ഇനി ഫസ്റ്റ് കോപ്പി ഓക്കെ ആയി. ഫസ്റ്റ് കോപ്പി ഓക്കെ ആയിട്ട് ടേബിൾ കറക്ഷനിൽ പോയി, ടേബിൾ കറക്ഷനായി. അപ്പോൾ സത്യേട്ടനെ വന്ന് പ്രിൻ്റ് കാണാൻ പറഞ്ഞു. സത്യേട്ടൻ വന്നു, തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് പുള്ളിയുടെ അസോസിയേറ്റ് ഉണ്ട്, സത്യേട്ടനുണ്ട്, പിന്നെ മാനേജറുണ്ട്. സത്യേട്ടൻ എണീറ്റപ്പോൾ ഞാൻ പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് പടം ചെയ്തിരിക്കുകയാണ്. ഓരോ ഡയറക്ടറുടെ റിയാക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ ഡയറക്ടർ നോക്കുന്ന ഡയറക്ടർ, അതായത് ഷൂട്ടിംഗ് ആകുമ്പോൾ ക്യാമറമാൻ കട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്യാമറമാനെ നോക്കും. എല്ലാവരും ആക്ടേഴ്സ് അത്തരപ്പെടുന്ന ലൊക്കേഷനിലെ ക്യാമറമാനെ നോക്കും. ഈ ഫിലിം മാത്രമേ ഉള്ള കാലം പറയുന്നതാണ്, ഡിജിറ്റൽ വന്ന ശേഷമല്ല. അപ്പം ക്യാമറമാൻ കണ്ണെടുത്തപ്പം അവരുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ എന്താണ് കാണിക്കുക, ഇങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ സെറ്റിലെല്ലാവരും ഹാപ്പി. പക്ഷേ ഫസ്റ്റ് കോപ്പി വന്നിട്ട് ക്യാമറമാൻ കണ്ടിട്ട് അവിടെ ഒരു പ്രിവ്യൂ നടക്കുമ്പോൾ ക്യാമറമാൻ എന്ത് ചെയ്യും, സിനിമാറ്റോഗ്രാഫർ എന്ത് ചെയ്യുക, എല്ലാവരുടെയും എക്സ്പ്രഷൻ നോക്കും, ഇവർ ഹാപ്പിയാണെന്ന്. കാരണം നേരെ ഓപ്പോസിറ്റാണ്. കാരണം എനിക്ക് അവർ ഹാപ്പി ആയാൽ ഞാൻ ഓക്കെ ആവുമെന്നുള്ള ഇതാണ്. അങ്ങനെ റിസൾട്ട് കണ്ടപ്പം സത്യേട്ടൻ എണീറ്റു, വെളിയിൽ പോയി, ഒരു വാക്ക് പറഞ്ഞില്ല. ഫസ്റ്റ് പടമാണ്, ഇഷ്ടപ്പെട്ടില്ലയോ എന്ന്. പുള്ളി വെളിയിൽ പോയിട്ട് ഒരു ഫോൺ എടുത്ത് ആരോടത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര അപ്സെറ്റായി. അസോസിയേറ്റ് ചോദിച്ചു, എന്ത് പറ്റി, ഇഷ്ടപ്പെട്ടില്ലേ, കളറൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, അതില്ലേ, എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുക. ടെൻഷൻ അടിക്കാതെ ചേട്ടാ, എന്തോ സംഭവിച്ചിരിക്കുന്നു, കേൾക്കാന്ന്, കഥയിൽ എന്തെങ്കിലും ആയിരിക്കുന്നു. സത്യേട്ടൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഓരോരാൾട്ടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ. കാരണം സത്യേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നെ ഇറങ്ങിപ്പോയി. സത്യേട്ടൻ എന്താണെന്ന് ചോദിച്ചു. ഒറ്റ കെട്ടിപ്പിടുത്തമാണ്. അപ്പോൾ രഞ്ജിത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് രഞ്ജിത്ത് ഡയറക്ടർ വിളിക്കുന്നത്, അഴപ്പ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്തു പറ്റിയെന്ന് ചോദിച്ചു.
സത്യേട്ടൻ പറയുന്നത് ഞാൻ ഇത് പ്രതീക്ഷയേ അല്ല എൻ്റെ പടം അഴകപ്പൻ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. ലാൽ സാർ വന്നു, ബാക്കി ആക്ടേഴ്സൊക്കെ വന്നു. അതിൽ ഒരു പോപ്പുലർ ആക്ടറാണ് അവിടെ എനിക്ക് തന്നു. അപ്പോൾ ലാൽ സാർ ചോദിച്ച് റെഡിയാണ് എന്ന് പറഞ്ഞു. ആ റെഡി. അപ്പോൾ ലൈറ്റ്സ് ഓൺ എന്ന് പറഞ്ഞു. ഓൺ പറഞ്ഞപ്പോൾ ഈ ചെറിയ ചെറിയ ലൈറ്റ്സ് മാത്രം അവിടെ ഇവിടെ കാണായി. ഇപ്പം നൈറ്റ് എഫക്റ്റ് വരെ ഇത് ആർക്കും മനസ്സിലായില്ല. ലൈറ്റ് ഓൺ പറഞ്ഞ് ഞാൻ റെഡിയെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ഈ ആക്ടർ പറഞ്ഞു, അഴകപ്പൻ ഇതിൽ ലാൽ സാറാണ് അഭിനയിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ബാക്കിയുള്ളവർ ചിരിച്ചു പൊട്ടി. അപ്പോൾ എനിക്കത് കോമഡി മനസ്സിലായില്ല. കാരണം ലാൽ സാറാണ് അഭിനയിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. ഐ ആൾസോ നോ ദാറ്റ്. പിന്നെന്താ എങ്ങനെ ഒരു കമാൻഡ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല.